ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ എന്തായാലും ഉണ്ടാക്കണമല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഗസ്റ്റ് കൊണ്ടുവരും. ഗസ്റ്റ് എന്ന് പറയാനുള്ള എൻ്റെ എന്താ പറയുക, ഒരു ഗർഭിണി ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അവൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആ തട്ടിമുട്ടിയിട്ടൊക്കെ എന്തുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഞാനിത് സത്യം പറഞ്ഞത് കട്ട് ചെയ്ത് ഞാനത് അടുപ്പത്ത് ആവണ വരെ ഞാനിത് എന്തുണ്ടാക്കണം ഞാൻ അപ്പോഴും എനിക്കൊരു ഊഹാബോഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ജസ്റ്റ് ആദ്യം വിചാരിച്ച് നെയ്ച്ചോറും ചിക്കൻ പൊരിക്കുക, അല്ലെങ്കിൽ ചിക്കൻ മസാല ആക്കിയിട്ട് ഉണ്ടാക്കാം, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസിഷൻ ആയിട്ടില്ല എന്ത് ഉണ്ടാക്കണമെന്നൊന്നും കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഇത് പാത്രത്തിൽ മസാല എന്താ പറയുക, മസാല എല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ചിക്കൻ കായം പാട്ടിയതിന് ശേഷമാണ് സാധനം എന്താണെന്ന് തീരുമാനിച്ചത് കേട്ടോ. അതുവരെ എന്താണ് ഉണ്ടാക്കണമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾ കുക്കർ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ കുക്കർ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും, മറ്റുള്ള ബിരിയാണി എല്ലാം നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ മീൻ കുടുക്കയിൽ ഉണ്ടാക്കിയ മീൻ കുടുക്കയിൽ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? നമ്മൾ മീൻ കറി വെക്കണേ നമ്മുടെ മൺകലം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നു ബിരിയാണി ഇന്നലെ അതിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ നെയ്ച്ചോറും മന്തിയും എല്ലാം മാറി നിന്നിട്ടോ. ഇപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിലോട്ട് നമ്മൾ ഫസ്റ്റ് സബോളയും തക്കാളി എല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്മളെ മിക്സിനൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളകായ സുന്ദരിക്കുട്ടന്മാരെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഇതിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഇടിച്ചിടിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ആരുടെയൊക്കെ മനസ്സിലുള്ള വിഷമോ ദേഷ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഈ പച്ചമുളക് എന്ന് വിചാരിക്കുക. അവരാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇട്ടിട്ട് പറ്റണ പോലെ കുത്തിതേക്കാം. അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ അതിലോട്ട് ഞാൻ എന്താ പറയുക വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ചതച്ചെടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഇതുപോലെ ആരോടുള്ള ദേഷ്യം, നമുക്ക് ആരോടെങ്കിലും ഉള്ളൊരു ദേഷ്യം വിഷമം എന്തെങ്കിലുണ്ടെങ്കിൽ അത് കണ്ടിട്ടാണ് തല്ലി ചതച്ചോട്ടാ. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെല്ലാം നമുക്കിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ നമ്മൾ സുർക്കയിൽ ഇട്ട് വെക്കും കേട്ടോ. അതെന്തിനാണെന്ന് ചിലവർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയണത്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളത് ബ്ലഡും ചിക്കനൊക്കെ നല്ല പോലെ നമുക്ക് ക്ലീൻ ആക്കി കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറ്. ആ ഫുള്ള് സുർക്കയിൽ ഇട്ടേക്കില്ല, നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആദ്യം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിലോട്ട് എന്താ പറയുക വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചിടും. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ. അതിലേക്ക് ബ്ലഡ് അങ്ങനെ കച്ചറൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ ചിക്കൻ കിട്ടും. അപ്പം ഞാൻ അതിലോട്ട് ഇപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ എന്താണ് ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചിക്കൻ മസാല തേച്ച് വെച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഇതെൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഞാനത് മുളകും പൊടി, മന്തി മസാല, അതുപോലെ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ ചിക്കനെ നല്ല സുന്ദരനാക്കി എടുക്കാം. സുന്ദരിയോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ നമുക്ക് നല്ല പോലെ കായം പാട്ടി വെക്കാം. നമ്മുടെ മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. മസാല ഒന്നുകൂടി പറയാം: മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മന്തി മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് നമ്മൾ നല്ല കുളിപ്പിച്ചാണ്ട് നല്ല പറയാം നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിലാണ്ട് ആയിട്ടാണ്ട് സുന്ദരമാക്കിയിട്ടോ നമുക്ക് അതിനെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആയപ്പോഴാണ് ഞാൻ ബിരിയാണി എന്നുള്ളതിലോട്ട് മാറിയത് കേട്ടോ. പിന്നെ അവിടെ കുക്കറിലുള്ളത് ഇതിലേക്കുള്ളതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് അവിടെ നല്ല അടിപൊളി കപ്പക്കിഴങ്ങാണ് കേട്ടോ. ഇതും നമ്മൾ ഗർഭിണിക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. കപ്പക്കിഴങ്ങ് പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കഴിക്കുന്നു, പക്ഷേ ഇതിന്നൊരു കഷ്ണമാണ് ആ ഗർഭിണി എന്ന് പറഞ്ഞാൽ ആൾ കഴിച്ചോളൂ കേട്ടോ. ഒരു ചെറിയ കഷ്ണം കപ്പക്കിഴങ്ങ് കഴിച്ചോളൂ. ഒക്കെ ഒരു ആഗ്രഹത്തിന് ചെറിയ കഷ്ണം, പക്ഷേ വന്നപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഞമ്മത് കായം പട്ടിയത് നമുക്ക് കുറച്ചേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിക്കണം. നമ്മൾ ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാണെന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളാരും കഴിക്കാത്ത ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുടുക്ക ബിരിയാണി നാട്ടിൽ കിട്ടും. അത് നമ്മൾ ചെമ്പി വെച്ച ബിരിയാണി നമുക്ക് ആ കുടുക്കയിൽ നമുക്കത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് തരണം കേട്ടോ. പക്ഷേ ഇതങ്ങനല്ല. ഇത് നമ്മളായിട്ട് എന്താ പറയുക
ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുപോലെ കുറച്ച് മണത്തിനായിക്കോട്ടെ ഭംഗിക്കായിക്കോട്ടെ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ നമ്മൾ ചിക്കൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക ചട്ടി, ഇവിടെ മീൻ കറി വെക്കണം, മീൻ ചട്ടിയാണ് കേട്ടോ ഇത്. ആരും ഇനി അത് പണ്ട് തന്നെ കളിയാക്കണ ഒരു കളിയാക്കിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഞാനങ്ങനെ ഇതല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ ഈ മീൻ ചട്ടി ഞാനിവിടെ വെച്ചു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഞാനിത് എന്താ ഉണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചൊന്നും തുടങ്ങിയതല്ല, തുടങ്ങിപ്പോയപ്പോൾ ഞാൻ ഇതായി പോയിട്ടോ. എന്തായാലും നമ്മൾ ഈ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് പ്ലീസ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ എന്താ 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ, ഈ കാണുന്നവർക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ? ജസ്റ്റ് കമൻറ്റ് ഇടുന്നവരാണെങ്കിലും ശരി, ചിലർ കമൻറ്റ് ഇടുന്നുണ്ട്, ആ കമൻറ്റ് ഇടുന്നവർ പോലും ലൈക്ക് ചെയ്യണില്ല. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കിട്ടോ. അതുപോലെ തന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, അവരോടും കൂടിയിട്ടാണെന്ന് പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പം നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ നമുക്ക് ചൂടായതിന് ശേഷം നമ്മളിതേ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി അരിഞ്ഞ് വെച്ച് നമ്മുടെ സബോള ഉണ്ടല്ലോ അത് നമുക്കിതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, എന്നോടൊരാൾ ചോദിച്ചു വോയിസ് ഓവറൊന്നും പണ്ടത്തെ അത്ര ഉഷാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, വയ്യാട്ടോ, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല, വയ്യ അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ സബോളൊക്കെ നല്ലപോലെ ഇട്ടെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ സബോള റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ നമ്മളവിടെ ചതച്ച് വെച്ച നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൺചട്ടിലാകുമ്പോൾ ഒന്ന് വെറൈറ്റി ആയി ഇല്ലേ? അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് ട്രൈ ആണേ. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി നമ്മൾ കുഞ്ഞിയതാക്കി കട്ട് ചെയ്ത് വെച്ച നമ്മുടെ തക്കാളി കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ തക്കാളി ഒക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി സബോള മസാല എല്ലാം നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും, അതൊന്നും സെറ്റായി വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ കൈ വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മന്തി മസാല ഞാൻ ഓപ്ഷനിലാണ് കേട്ടോ. അത് എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള കാരണം ഞാൻ ഇട്ട് കൊടുക്കണതാണ്. അപ്പോൾ ഞാനത് ആ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായിട്ടോ, എല്ലാവർക്കും അതുപോലെ ഇഷ്ടമാവണമെന്നില്ല, എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഞാൻ കുറച്ച് മന്തി മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ചിക്കൻ മസാല, മന്തി മസാല, അതുപോലെ തന്നെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മസാലയിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചിക്കനിൽ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടാവില്ല, അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കട്ടത്തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം, അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയുടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ദമ്മിടാനുള്ള പരിപാടി നോക്കാം അല്ലേ? അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് എന്തായാലും ഈ കുക്കർ ബിരിയാണി, മറ്റേ ചട്ടി ബിരിയാണി, അങ്ങനെയുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു മീൻ ചട്ടിയിലുള്ള ബിരിയാണി ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ആ വേവിച്ച ചോറുണ്ടല്ലോ, നമ്മുടെ ചോറ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറുമണി അരിയാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. എനിക്കിഷ്ടം ചെറുമണിയാണ്. ചോറൊക്കെ വലിയ അരി എടുക്കും, പക്ഷെ എനിക്ക് എപ്പോഴും പൊതുവേ എനിക്കിഷ്ടം ബിരിയാണി കഴിക്കുമ്പോൾ ചെറിയ അരി കൊണ്ട് ഉണ്ടാക്കണ ബിരിയാണി എനിക്കിഷ്ടമാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ആണ് കേട്ടോ ഞാൻ എടുക്കാറ്. അപ്പോൾ ഞാൻ ബിരിയാണിയുടെ എന്താ പറയുക ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മീൻ ചട്ടിയിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ്, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. മസ്റ്റ് ട്രൈ ആണ്, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കി തന്ന ഒരു അടിപൊളി ഞാൻ കണ്ടുപിടിച്ചൊരു ചെറിയൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ ഇത് കൂട്ടിയാൽ മതി. പിന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ആദമും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, കാരണം ആദം ബിരിയാണി ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തൊക്കെയാണ്. എൻ്റെ ഉമ്മാട് ഞാൻ പോയി പറഞ്ഞു, ഉമ്മ ഞാൻ വേപ്പിൻ്റെ തറവാട്ടിൽ നിന്നാണ് പോയി പൊടിച്ചെടുത്തത്. അപ്പോൾ ഉമ്മയുടെ പറഞ്ഞു, ഉമ്മ ഞാൻ അവിടെ മീൻ ചട്ടിയിൽ ബിരിയാണി ഉണ്ടാക്കിയത്. നമ്മൾ മീൻ ചട്ടിയിലാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു സൂപ്പർ ടേസ്റ്റാണ് ഉമ്മ വായോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്കും ഇഷ്ടമായി, അതുപോലെ ഞങ്ങൾ ഗസ്റ്റിനും ഇഷ്ടമായി. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടി ബിരിയാണി
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വല്ല ഫാമിലി വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നത് തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, സി യു.